ഇന്നത്തെ പ്രിപ്പറേഷൻ വളരെ പോപ്പുലറായ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പനീർ ബട്ടർ മസാല. പേര് പോലെ തന്നെ 3 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്: പനീറും ബട്ടറും പിന്നെ മസാല ഉണ്ടാക്കാൻ തക്കാളി. ഹോട്ടലിൽ പോയാൽ വെജിറ്റേറിയൻസിന് ഒരു കംഫർട്ട് ഫുഡാണിത്, നല്ല പ്രോട്ടീൻ റിച്ചും. ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിനായി ഒരു 200 ഗ്രാം പനീർ, 50 ഗ്രാം ബട്ടർ, പിന്നെ മസാല ഉണ്ടാക്കാൻ 6 ചെറിയ സൈസ് തക്കാളിയും. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. ആദ്യം ഇതെല്ലാം ഒരു മീഡിയം സൈസ് കഷ്ണമായി അരിഞ്ഞു. പിന്നെ ഒരു കുക്കറിൽ ബട്ടർ ചൂടാക്കി കുറച്ച് സ്പൈസസ് ഇട്ടു. ഹിന്ദിയിൽ ഇതിന് ഖടേ മസാല എന്നാണ് വിളിക്കുന്നത്. അതിലോട്ട് തന്നെ സവാളയും തക്കാളിയും കാഷ്യൂവും ഇട്ട് വേവിച്ചു. ഇതെല്ലാം വെന്തതിന് ശേഷം തണുപ്പിച്ചിട്ട് നല്ല പേസ്റ്റാക്കി മാറ്റി. മസാലയാക്കാൻ അതേ കുക്കറിൽ ബട്ടർ ചൂടാക്കി. ചെറുതായി അരിഞ്ഞ ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും ചതച്ചിട്ടു. അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഉള്ളിത്തക്കാളി പേസ്റ്റും അതിലോട്ടിട്ടു. ആ ആവി ക്യാമറയിൽ പതിഞ്ഞപ്പോൾ അതിൻ്റെ മണവും കൂടി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പനീറും അതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇനി അതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും ഗരം മസാലയും മല്ലിയിലയും ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി. പിന്നെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തു. ഇതെല്ലാം ഉണ്ടെങ്കിലും പണ്ട് ഉസ്താദ് ഹോട്ടലിൽ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് മുഹബത്തും ഇതിൽ വേണം. ആ ലൈക്ക് ബട്ടണിൽ അമർത്തിയാൽ അത് സെറ്റാവും. റെഡി ആയതിനു ശേഷം ചപ്പാത്തിയുടെ ഒപ്പം ഇത് കഴിച്ചു നോക്കി. നല്ല സോഫ്റ്റ് പനീറും ക്രീമി ഗ്രേവിയും. കണ്ടാൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് ഈ ഡിഷ് ഉണ്ടാക്കാൻ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം. ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും റെസിപ്പിയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി.